സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ജ്ഞാനികളിലെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. 1 കൊരിന്ത്യർ 1:27 വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളവരെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിന് ബലഹീനമായി തിരഞ്ഞെടുത്തു. തൻ്റെ പൂർണ്ണമായ ഉപദേശങ്ങൾ നിറവേറ്റാൻ ദൈവം പലപ്പോഴും അപ്രത്യക്ഷമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. നമുക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ ക്രൂശിലൂടെ, സ്നേഹനിർഭരമായ മരണത്തിലൂടെ വഴിതെറ്റിയ മനുഷ്യരാശിയെ അടുപ്പിക്കാനുള്ള അവൻ്റെ പദ്ധതിയെക്കുറിച്ച് എഴുതി പൗലോസ് ഇങ്ങനെ ഉപസംഹരിക്കുന്നു. ദൈവിക ജ്ഞാനവും നമ്മുടേതുപോലെ കാണപ്പെടുമെന്നും അപ്രയാദ്യമായ ശക്തിയോടെ വരുമെന്നും ലോകം പ്രതീക്ഷിച്ചു. പകരം നമ്മുടെ പാവങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ താഴ്മയോടെ സൗമ്യതയോടും യേശു വന്നു. അങ്ങനെ അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുത്ത് തീർന്നു. അവനിലേക്കുള്ള വഴി നമുക്ക് സ്നേഹപൂർവ്വം കാണിച്ചു തരാൻ ശാശ്വതനും സർവജ്ഞാനിയുമായ ദൈവം ഒരു മനുഷ്യ ശിശുവായി തീർന്നു. അവൻ പ്രായപൂർത്തിയാകുകയും കഷ്ടപ്പെടുകയും മരിക്കുകയും ജീവനിലേക്ക് ഉയർത്തുകയും ചെയ്തു. നമ്മുടെ സ്വന്തം ശക്തിയിൽ നമുക്ക് ഒരിക്കലും നേടാനാകാത്ത മഹത്തമായ കാര്യങ്ങൾ ചെയ്യുവാൻ എളിയ മാർഗങ്ങളെയും ആളുകൾ ഉപയോഗിക്കാൻ അവൻ കഷ്ടപ്പെടുന്നു. നമുക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ നമ്മയും ഉപയോഗിച്ചേക്കാം. അപ്രതീക്ഷിതമായ എന്തെല്ലാം കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ എങ്ങനെ അവന് നിങ്ങളെ തന്നെ ലഭ്യമാക്കും? പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഞങ്ങളുടെ അപ്രതീക്ഷിത വഴികൾക്ക് നന്ദി. അങ്ങേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കായി ഞാൻ ഉപയോഗപ്പെടുത്ത വിധം ഇന്ന് അങ്ങ് അടുത്ത് അനുഭവിപ്പാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദിവസം പ്രതി അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.